ഇപ്പോൾ കാസർഗോഡ് സംഘർഷമാണ്. നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ SFI പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് പ്രതിഷേധം തുടങ്ങിയത്. ഇപ്പോൾ അത് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. പോലീസുമായി SFI പ്രവർത്തകരുടെ സംഘർഷം. നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മൻസൂർ ആശുപത്രിയിലേക്കാണ് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അവിടെയാണിപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് തടയാൻ ശ്രമിച്ചത്. മുദ്രാവാക്യം മുഴക്കി SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. SFI മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. മൻസൂർ നഴ്സിംഗ് കോളേജിലാണ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമം ഉണ്ടായത്. ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ SFIയുടെ മാർച്ച്. അവിടെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയാണ്. പോലീസ് നേരത്തെ പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചിരുന്നു. അതാണ് നേരിയ തോതിൽ സംഘർഷത്തിൽ കലാശിച്ചത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി. അരുൺ, ഇത് സംഘർഷത്തിലേക്ക് ഒരു ഘട്ടത്തിലെത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അത് പ്രതിഷേധം തുടരുകയാണോ? മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം കാണുന്നുണ്ട്. അനുജ, ആദ്യഘട്ടത്തിൽ പോലീസും പ്രവർത്തകരുമായി ചെറിയ രീതിയിലുള്ളൊരു ഉന്തുന്തള്ളുമുണ്ടായിരുന്നു. അതിനുശേഷം സമാധാനപരമായി പ്രതിഷേധം അവസാനിച്ചു. പ്രതിഷേധം അവസാനിച്ചതിന് ശേഷമാണ് ഇപ്പോൾ SFI പ്രവർത്തകർ സംഘടിച്ചെത്തി ഈ ആശുപത്രിക്കകത്തേക്ക്, മൻസൂർ ആശുപത്രിക്കകത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് ആശുപത്രിക്കകത്ത് വെച്ച്, ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ച് SFI പ്രവർത്തകരെ പോലീസ് ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു. അതിനുശേഷം ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോസ്റ്റൽ വാർഡിനെ പുറത്താക്കും വരെ ഈ സമരം തുടരുമെന്നാണ് SFI അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ പെൺകുട്ടി മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കുട്ടിക്ക് ഇന്ന് രാവിലെ മുതൽ പനിയുണ്ട് എന്ന് കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം കുട്ടിക്ക് ശ്വാസതടസ്സവുമുണ്ട്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ഒപ്പം വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം ആശുപത്രിക്കകത്തേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും SFIയും പോലീസും തമ്മിലുള്ള സംഘർഷം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റോളം സമയമായി ഈ സംഘർഷം ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. SFI പ്രവർത്തകർ അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് ലാത്തിചാർജ് പ്രയോഗിച്ചു. അതിനുശേഷം ഈ SFI പ്രവർത്തകരെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗേറ്റിന് വെളിയിലാണ് ഇപ്പോൾ പ്രവർത്തകരും പോലീസുമൊക്കെ ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് മൻസൂർ ആശുപത്രിക്ക് മുന്നിൽ, കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോഴുണ്ടായത്. ഇപ്പോഴും ആ വാക്കുതർക്കം, പോലീസുമായുള്ള പ്രവർത്തകരുടെ വാക്കുതർക്കമാണ് നമുക്ക് അനുജ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അകത്തേക്ക് കടക്കുന്നത്. ഈ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം, പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം. ഇവിടെ സെമസ്റ്റർ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്രമക്കേടുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ ജയിലിനുള്ളിൽ ഇടുന്ന പോലെയാണ് ഈ ഹോസ്റ്റൽ വാർഡൻ ഹോസ്റ്റലിൽ ഇടുന്നത്. വിദ്യാർത്ഥികളോട് മോശമായ പെരുമാറ്റമാണ് എന്നൊക്കെ SFI ആരോപിച്ചിരുന്നു. എന്തായാലും പ്രതിഷേധം കനക്കുകയാണ്. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. ഈ SFI പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും തമ്മിലുള്ള സംഘർഷമാണ്. പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം. സംഘർഷം ഇപ്പോഴും തുടരുകയാണ് അനുജ. ഇതിലിപ്പോൾ വാർഡനെതിരെയൊക്കെ കഴിഞ്ഞ ദിവസം SFI പ്രതിഷേധിച്ചിരുന്നല്ലോ. അവർക്കെതിരെ നടപടി വേണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെയും ആവശ്യം. അരുൺ, അനുജ, അതുതന്നെയാണ്. ഈ പെൺകുട്ടി ശനിയാഴ്ച അർദ്ധരാത്രി 12 മണിയോടുകൂടി, ഞായറാഴ്ച പുലർച്ചെ 12 മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. അതിനുശേഷം ഈ വിവരം പുറത്തറിയാതെ ആശുപത്രി മാനേജ്മെന്റ് മൂടിവെക്കാൻ ശ്രമിച്ചു. ഇതോടുകൂടിയാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ, ഈ പെൺകുട്ടിയുടെ സഹപാഠികൾ ഉൾപ്പെടെ ഈ ആശുപത്രി കോമ്പൗണ്ടിന് പുറത്തിറങ്ങി പ്രതിഷേധിച്ചത്. ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥിനികൾ ഉയർത്തി. ഒപ്പം ഈ വിദ്യാർത്ഥികൾ, അതായത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിക്ക് നീതി ലഭിക്കണം. ഒപ്പം പെൺകുട്ടികൾ, ഹോസ്റ്റലിൽ കഴിയുന്ന പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെന്നൊക്കെ ഈ പെൺകുട്ടികൾ പറഞ്ഞിരുന്നു. എന്തായാലും അതിനുശേഷം പോലീസുമായുള്ള ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ഇന്നലെ ഏകദേശം 3 മണിക്കൂറോളം പെൺകുട്ടികൾ പ്രതിഷേധിച്ചിരുന്നു. ഇന്നിപ്പോൾ SFI സമരം ഏറ്റെടുത്തിരിക്കുന്നു. SFI പ്രവർത്തകർ ആദ്യം സമാധാനപരമായി സമരം നടത്തിയതെങ്കിലും ഇപ്പോൾ ആശുപത്രിക്കകത്തേക്ക് പ്രവേശിക്കാനുള്ള നീക്കം അത് പോലീസ് തടഞ്ഞു. ചില പ്രവർത്തകർ ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശിച്ചു. പോലീസ് അവരെ തിരിച്ചെത്തിക്കും, ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു. അതിനുശേഷം തിരിച്ച് പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ ഈ പ്രവർത്തകർ, SFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. DYSP ബാബു പെരിങ്ങോത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. പോലീസുമായി പ്രവർത്തകർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഹോസ്റ്റൽ വാർഡിനെ പുറത്താക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഹോസ്റ്റൽ വാർഡൻ കുട്ടികളോട് കൃത്യമായ പെരുമാറ്റമാണ്, മോശമായ പെരുമാറ്റമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഈ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നത്.
പ്രതിഷേധം ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. പോലീസുമായുള്ള വാക്കുതർക്കമുണ്ടാകുന്നു. ഈ വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്നു. അതുമാത്രമല്ല, അവർക്ക് അവധി ദിവസങ്ങളിൽ പോലും അവധി നൽകുന്നില്ല. അവരെ കൊണ്ട് മറ്റ് ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. അനാവശ്യമായുള്ള പീഡനം, അതുപോലെ തന്നെ അനധികൃതമായ ഫീസൊക്കെ. അനുജ, ഇപ്പോഴും ഈ സംഘർഷം തുടരുകയാണ്. സംഘർഷമാണ്.